വാക്കുകളാണ്. ഇതിൽ ഈ പ്രാദേശികതയാണോ അല്ലെങ്കിൽ ജനപ്രിയതയുടെ പിന്നാലെ പോകാനുള്ള ഒരു ശ്രമമാണോ? കൈയടിക്ക് വേണ്ടി ഈ യഥാർത്ഥ അഭിനേതാക്കളെ അവഗണിക്കുന്നതാണോ പ്രാദേശിക? അല്ല, എനിക്ക് കിട്ടിയ അവാർഡുകളെല്ലാം ജനപ്രിയ സിനിമകൾക്കാണ്, ആരും കാണാത്ത സിനിമകൾക്കല്ല. കഴകം എന്നൊരു സിനിമ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എടുത്തത്, മറ്റൊരു കൊമേഴ്ഷ്യലിന് വേണ്ടിയല്ലാതെ. ബാക്കി എല്ലാ സിനിമകളും എന്താ ഉള്ളൊരു ഏറ്റവും വലിയ ജനപ്രിയ സിനിമയല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഹിന്ദി പോലുള്ളതെന്ന് എടുത്ത് പറയൂ. അതാ പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങൾ, നിങ്ങൾക്കറിയാം കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കറിയാത്തതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. അന്വേഷിച്ചറിയാൻ കൂടുതൽ പിന്നെ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്. ഈ പ്രഖ്യാപനത്തിന് ശേഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ വന്ന പ്രതികരണങ്ങളും ശ്രുതി ഉർവശിയോട് നേരിട്ടോ ആ നിലയിൽ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. അല്ല, ആ പ്രതികരണങ്ങളാണ് എന്നെ കൊണ്ട് പറയിക്കുന്നത്. ആ പ്രതികരണങ്ങൾ തന്നെയാണത്. മലയാളത്തിൽ മാത്രമുള്ളവരല്ല, തമിഴിലുള്ള എന്നെ വിളിക്കുന്നവരും എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ളവർ ചോദിച്ചില്ലെങ്കിൽ ഇനി ആരാ ചോദിക്കേണ്ടത്? ഈ ജൂറിയിലുള്ള ആളുകൾ, ചില ആളുകൾ പറയുന്നത് കേട്ടു, നമ്മൾ സംസാരിച്ച് നോക്കി, പക്ഷേ ഭൂരിപക്ഷം ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷം എന്താണ് മാനദണ്ഡം എന്നുള്ളത് അറിയണം. അത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു ജൂറിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പം ഭൂരിപക്ഷം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എങ്ങനെ, എന്തുകൊണ്ട്? കാരണം പറഞ്ഞാൽ മതി, നമുക്ക് തൃപ്തിയാണ്. വേറൊന്നുമല്ല പറയുന്നത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ ആരുടെയും അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. ഓരോരുത്തർക്കും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകാം. നമ്മളതിനെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ നമുക്കിതിനകത്ത് വ്യക്തത വേണം. ഈ പുരസ്കാരത്തിനൊപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നത് ശ്രീമതി ഉർവശി അതോടൊപ്പം തന്നെ ശ്രീ വിജയരാഘവനൊക്കെ ഈ പുരസ്കാരം നിരസിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നുണ്ടോ? എന്താണ് അതിന്? ഇല്ല, അത് വരട്ടെ. എനിക്ക് ഇക്കാര്യങ്ങളൊന്ന് വ്യക്തമാക്കി തന്നാൽ മതി. മാനദണ്ഡം അതെ ഇതിൻ്റെ അതെ എന്തോന്ന് നമുക്കൊന്നും അറിയണമല്ലോ, ഇതിലൊരു ന്യായം ഉണ്ടല്ലോ. അല്ലാതെ എല്ലാ കാലത്തും നിങ്ങൾ തന്നല്ലോ വലിയ സന്തോഷം എന്നും പറഞ്ഞിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇതെന്തോ പെൻഷൻ കാശൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ അറിഞ്ഞാൽ മതി, അറിയണം. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇതിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് അറിയില്ല. അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയായിപ്പോയി. ഉർവശിയുടെ അഭിനയത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞു പോയി, വിജയരാഘവൻ്റെ അഭിനയത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ആ സിനിമ ഒന്നിനും കൊള്ളാത്തതാണ്. ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെ ഈ മികച്ച നടൻ, മികച്ച നടി, ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണ്? എന്തുകൊണ്ട് ആ മികച്ച നടി എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല? കഴിഞ്ഞ വർഷം പോലും അത് ഷെയർ ചെയ്താണല്ലോ ചെയ്തിരുന്നത്. അതും ജനപ്രിയ ചിത്രത്തിൽ അഭിനയിച്ച നടിമാർക്ക് തന്നെയാണ്. ഇത് എന്തുകൊണ്ട്? വിജയരാഘവൻ്റെ അവാർഡ് എന്തുകൊണ്ട് ഇങ്ങനെയായി? എന്തുകൊണ്ടത് സ്പെഷ്യൽ ജൂറി അവാർഡ് പോലും ആയില്ല? വിജയരാഘവൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ആ ജൂറി അന്വേഷിച്ചിരുന്നോ? അതല്ല, ഇതുപോലെയുള്ള ഒരു കഥാപാത്രം മറ്റേതെങ്കിലും നടൻ ഇതിനേക്കാൾ അഭിനയിപ്പിച്ച് ഇതിനെ മുൻപ് വിജയിപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. പാണ്ടിപ്പട സിനിമയിൽ പ്രകാശ് രാജ് ഇങ്ങനെ ചിക്കൻ കടിച്ചു വലിച്ച ശേഷം അതിങ്ങനെ ദിലീപിന് ഇട്ട് കൊടുത്തിട്ട് സാപ്പിട ചെല്ലോ എന്ന് പറയുമ്പോൾ ദിലീപ് അതെടുത്ത് നോക്കുന്നുണ്ട്. ചില ആളുകൾ ആ കടിച്ച ശേഷം ഇടുന്ന വേസ്റ്റ് സന്തോഷത്തോടെ കഴിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് അത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഉർവശി എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് വേണമെങ്കിൽ അവർക്കൊരു അവാർഡ് ഉണ്ട്, അപ്പോൾ ആ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റും. പക്ഷെ അവരത് ചെയ്തില്ല. അവർ നല്ല അന്തസ്സായിട്ട് അവരുടെ പ്രതിഷേധവും അവർക്ക് ഇതിലുള്ള വിമർശനങ്ങളും നല്ല അന്തസ്സായിട്ട് വന്നിരുന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഭാവിയിൽ ഇനി എന്ത് തന്നെ ഉണ്ടായാലും ശരി, നാഷണൽ അവാർഡുകൾക്ക് ഒന്നും എന്നെ പരിഗണിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ബോൾഡ്നെസ്സിൻ്റെ ഒരു റിസൾട്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഈ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നത്. വേറെ ആരും എനിക്ക് തോന്നുന്നില്ല നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ നാഷണൽ അവാർഡിൻ്റെ ജൂറിനെ അല്ലെങ്കിൽ നാഷണൽ അവാർഡിൻ്റെ തന്നെ ക്രൈറ്റീരിയനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നാഷണൽ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെയും കൂടി ഭാഗമായ സ്ഥിതിക്ക് ആ രാഷ്ട്രീയം എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനുള്ള ഒരു ധൈര്യമേ നമ്മുടെ പൊതുവേ ഉള്ള കേരളത്തിലെ ഒഴികെയുള്ള നാട്ടിലെ കലാകാരന്മാരൊക്കെ ചെയ്യാറുള്ളൂ. ഇതെന്തായാലും കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു അവാർഡ് തന്നിട്ട് അങ്ങനെ അങ്ങോട്ട് എന്നെ ഉണ്ടാക്കാൻ നോക്കണ്ട എന്നാണ് ഉർവശിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ആടുജീവിതത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ, എന്തുകൊണ്ട് ആടുജീവിതം ഒഴിവാക്കി എന്നുള്ളതിൻ്റെ കോൺട്രവേഴ്സി, ഇതിൻ്റെയൊക്കെ റീസൺസ് നമുക്കറിയാം. പല ആളുകളും അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് കിട്ടിയല്ലോ ഇനിയിപ്പോൾ മിണ്ടാതിരിക്കാം എന്നുള്ള രീതിക്ക് കണ്ണടയ്ക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട എന്നുള്ളതാണ് ഉർവശിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യം. ഇനി മിക്കവാറും ഈ ഒരു നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉർവശി ആ അവാർഡ് നിഷേധിക്കാൻ വരെ സാധ്യതയുണ്ട്. ആ അവാർഡ് പരിപാടിക്ക് പോവാതെ അത് വാങ്ങിക്കാതിരിക്കാൻ വരെ സാധ്യതയുണ്ട് ഉർവശിയുടെ കാര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് ആരോടും ഒന്നും തെളിയിക്കാനൊന്നുമില്ല. ഇത്രയും കാലമായിട്ട് ഈ ഒരു പെർഫോമൻസിന് പോലും ഒരു നാഷണൽ അവാർഡിലെ മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതും ഷാറുഖ് ഖാൻ്റെ പോലെ ഒരാൾക്ക് ജവാനിൽ അവാർഡ് ഷെയർ ചെയ്തിരിക്കുന്ന സമയത്ത്
ഉർവശിക്ക് ഒരു മികച്ച നടിക്കുള്ള അവാർഡ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് അവർ മെയിനായിട്ട് ഉന്നയിക്കുന്നത്. ഉത്തരവൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് ഇന്ത്യയാണ്. ഇവിടെ ഇനിയിപ്പോൾ എന്ത് തന്നെ ചെയ്താലും എങ്ങനെയൊക്കെ പ്രതിഷേധിച്ച് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഒന്നും മാറാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഉർവശി അവാർഡ് വാങ്ങിക്കാൻ പോയില്ലെങ്കിൽ വാങ്ങിച്ചില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പേരിൽ ഈ ജൂറിയുടെ പരിപാടികൾ കറക്റ്റ് ആവുന്നോ നാളെ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നോ ഒന്നുമല്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം അവർ അറിയിക്കുന്നുണ്ട്. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പ്രതിഷേധം അറിയിക്കുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയൊക്കെ ഇതിനെപ്പറ്റി അന്വേഷിക്കട്ടെ, എന്നിട്ട് കറക്റ്റായിട്ട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ അതിൻ്റെ പാടല്ലേ. സ്വന്തമായിട്ട് മകനും അച്ഛനൊക്കെ പാടെ അഭിനയിച്ച് തകർത്തിട്ടുള്ള ജാനകിക്കൊരു വിഷയം വന്നപ്പോൾ പോലും ഖമ എന്നുള്ള 2 അക്ഷരം വായ കൊണ്ട് മിണ്ടാത്ത ആളാണ് ഇനിയിപ്പോൾ നാഷണൽ അവാർഡിൻ്റെ വിവാദത്തിനെ പറ്റിയിട്ട് കേന്ദ്രത്തോട് ചോദിക്കാനും അന്വേഷിക്കാനൊക്കെ പോകുന്നത്. നോക്കിയിരിക്കത്തേ ഉള്ളൂ എല്ലാവരും. ഈ ഒരു പരിപാടി, നാഷണൽ അവാർഡ് എന്ന് പറയുന്ന പരിപാടി ഏകദേശം ചാണകപ്പുഴു എന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയിട്ടുള്ള സ്ഥിതിക്ക് ഇനി എന്തായാലും ഇന്ത്യയിൽ ഭരിക്കുന്ന ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ അവരുടെ പ്രൊപ്പഗണ്ട സിനിമകളും അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകളും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാർക്ക് അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നാഷണൽ അവാർഡെന്നും പറഞ്ഞ് പണ്ടത്തെ പോലെ നാഷണൽ അവാർഡ് കിട്ടി എന്നൊന്നും പറഞ്ഞ് സന്തോഷിക്കാനുള്ള യാതൊരു വകുപ്പുമില്ല. ഉർവശിയുടെ ഈ ഒരു പരിഭവത്തിൻ്റെയും വിമർശനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശ്രദ്ധിക്കുമ്പോൾ വേറൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം കൂടി കേൾക്കാനിടയായി. കേരള സ്റ്റോറിയുടെ ഡയറക്ടർക്ക് മികച്ച ഡയറക്ടർക്കുള്ള അവാർഡ് കിട്ടി, അതുപോലെ കേരള സ്റ്റോറിയുടെ സിനിമാറ്റോഗ്രാഫർക്ക് മികച്ച സിനിമാറ്റോഗ്രഫിക്കുള്ള അവാർഡ് കിട്ടി ഒക്കെ ഇരിക്കുന്ന സമയത്ത് കേരള സ്റ്റോറിയുടെ ഡയറക്ടറുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കേരള സ്റ്റോറിയിലെ നായികയായിട്ടുള്ള ആ കുട്ടിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കൊടുത്തില്ല എന്നുള്ള സങ്കടത്തിലാണ് പുള്ളിക്കാരന് ഈ കിട്ടിയതൊന്നും പോരാ. ഇനി ആ പുള്ളിക്കാരത്തേക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കൂടി കിട്ടുമെന്നാണ് അങ്ങേര് പ്രതീക്ഷിച്ച് വെച്ചിരുന്നത്. കാരണം അങ്ങേരുടെ ഒരു കാൽക്കുലേഷനിൽ അങ്ങനെ ആയിരുന്നു. എന്താ അല്ലേ.